മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന ഒരു പഴയ വീടിന്റെ ഇരുണ്ട മൂലയിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന 10 വയസ്സുകാരൻ ആദിത്യനെ സങ്കൽപ്പിക്കുക. അവന് ചുറ്റുമുള്ള ലോകം ശബ്ദമുഖരിതമാണെങ്കിലും അവന്റെ മനസ്സ് ഒരു വലിയ ശൂന്യതയിലാണ്. സ്നേഹിക്കാൻ ഒരച്ഛനില്ലാത്ത, തലോടാൻ ഒരമ്മയില്ലാത്ത ബാല്യം എത്രമേൽ ഭയാനകമാണെന്ന് അവൻ ഓരോ നിമിഷവും അനുഭവിക്കുന്നു. അവന്റെ ഉച്ചഭക്ഷണ പാത്രം പലപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടന്നു. വയറിനേക്കാൾ കൂടുതൽ അവന്റെ മനസ്സ് വിശന്നിരുന്നു, ഒരു തുള്ളി സ്നേഹത്തിനായി. ഇതൊരു സാധാരണ നോവലല്ല, കനലിൽ ചവിട്ടി നടന്ന ഗായത്രി എന്ന അമ്മയുടെ ത്യാഗത്തിന്റെ കഥയാണ്. വിധിയുടെ ക്രൂരതയിൽ അനാഥനായിപ്പോയ ഒരു മകൻ കല്ലറയിൽ ഉറങ്ങുന്ന അമ്മയോട് പറയുന്ന സങ്കടങ്ങളുടെ കഥയാണ്. എന്നാൽ ഇരുട്ടിന്റെ അപ്പുറത്ത് വെളിച്ചമുണ്ടെന്നും സ്നേഹം വറ്റാത്ത മനസ്സുകളുണ്ടെന്നും ഈ നോവൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപമാനത്തിന്റെയും അവഗണനയുടെയും വഴികളിലൂടെ സഞ്ചരിച്ച് മേഘ ടീച്ചറുടെ രൂപത്തിലെത്തുന്ന കരുതലിലൂടെയും കാലം കാത്തുവെച്ച നീതിയിലൂടെയും ആദിത്യം ജീവിതം തിരിച്ചുപിടിക്കുന്നു. ഇത് കണ്ണേരിൽ കുതിർന്ന എന്നാൽ പ്രത്യാശയുടെ പൊൻവെളിച്ചം വീശുന്ന അതിജീവനത്തിന്റെ ഗാഥയാണ്. ഉച്ചഭക്ഷണത്തിനുള്ള മണി മുഴുങ്ങിയപ്പോൾ സ്കൂൾ മുറ്റം പെട്ടെന്നൊരു ആഘോഷപ്പറമ്പായി മാറി. 4ാം ക്ലാസ് ബി ഡിവിഷനിലെ നിശബ്ദത കുട്ടികളുടെ ആഹ്ലാദാരവങ്ങൾക്ക് വഴിമാറി. അതുവരെ കണക്കിന്റെയും സയൻസിന്റെയും ലോകത്തിരുന്നവർ ബാഗുകളുടെ സിബ്ബ് തുറക്കുന്ന തിരക്കിലായി. സ്റ്റീൽ പാത്രങ്ങൾ തുറക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദങ്ങളും അടപ്പുകൾ താഴെ വീഴുന്ന ഒച്ചയും ക്ലാസ് മുറിയെ ശബ്ദമുഖരിതമാക്കി. ആ ബഹളങ്ങൾക്കിടയിൽ അവസാനത്തെ ബെഞ്ചിൽ ആരും ശ്രദ്ധിക്കാതെ ഒരു രൂപം ഒതുങ്ങിയിരുന്നു. ആദിത്യൻ. അവൻ പതിയെ തന്റെ ഡെസ്കിന്റെ അരികിലേക്ക് ചുരുണ്ടുകൂടി. ക്ലാസ് മുറിയിൽ സാവധാനം ഭക്ഷണത്തിന്റെ ഗന്ധം നിറഞ്ഞു തുടങ്ങി. വെളിച്ചെണ്ണയിൽ വറുത്ത മത്തിയുടെയും അമ്മമാർ സ്നേഹത്തോടെ പൊതിഞ്ഞുവെച്ച നാരങ്ങ അച്ചാറിന്റെയും ചൂടുള്ള ചോറിന്റെയും കൊതിയൂർന്ന മണം അവന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ആദിത്യൻ ആഞ്ഞൊരു ശ്വാസം വലിച്ചു. പിന്നെ പെട്ടെന്നത് അടക്കിപ്പിടിച്ചു. ആ ഗന്ധം അവന്റെ ഒഴിഞ്ഞ വയറ്റിൽ ആളിപ്പടരുന്ന വിശപ്പിന്റെ തീയിനെ കൂടുതൽ രൂക്ഷമാക്കി. വയറ്റിൽ നിന്നൊരു കാളൽ തൊണ്ടക്കുഴി വരെ എത്തി. തൊണ്ട വറ്റി വരണ്ടു. അവൻ ജനൽ കമ്പികളിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്തെ മാവിൻ കൊമ്പിൽ ഒരു കൂട്ടം കാക്കകൾ ചിലയ്ക്കുന്നുണ്ട്. അവയ്ക്കും വിശക്കുന്നുണ്ടാകണം. എടാ അപ്പൂർ, നിനക്കെന്താ കറി? എനിക്ക് മീൻ വറുത്തതാ. മുൻ ബെഞ്ചിലിരുന്ന് ആരോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് അവൻ കേട്ടു. എനിക്ക് സാമ്പാറാ, നിനക്ക് വേണോ? മറ്റൊരു കൂട്ടുകാരന്റെ സ്നേഹപ്രകടനം. ഈ വർത്തമാനങ്ങൾ ഓരോന്നും ആദിത്യന്റെ ഹൃദയത്തിൽ ഓരോ മുറിവുകളുണ്ടാക്കി. അവനാരുമില്ല ചോറ് തരാൻ. രാവിലെ പച്ചവെള്ളം മാത്രം കുടിച്ചിറങ്ങിയതാണ്. ഉച്ചയാകുമ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റാതാകും. പക്ഷേ അതിനേക്കാൾ വലിയ ഭാരം അപമാനമായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ എന്തു മറുപടി പറയും? ആദിത്യൻ! പെട്ടെന്നൊരു ഇടിമുഴക്കം പോലെ മേഘ ടീച്ചറുടെ ശബ്ദം ക്ലാസ് മുറിയുടെ വാതിലിനടുത്ത് നിന്ന് മുഴങ്ങി. കുട്ടികളുടെ ചിരിയും ബഹളവും പെട്ടെന്ന് നിലച്ചു. ചോറുവാരി വായിലേക്ക് വെക്കാൻ തുടങ്ങിയ പലരും കൈകൾ പാതി വഴിയിൽ നിർത്തി. എല്ലാവരുടെയും കണ്ണുകൾ ഭയത്തോടെ വാതിൽപ്പടിയിലേക്ക്, പിന്നെ സാവധാനം അവസാനത്തെ ബെഞ്ചിലേക്ക് നീണ്ടു. ആദിത്യൻ ഞെട്ടിത്തിരിഞ്ഞെഴുന്നേറ്റു. അവന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മേഘ ടീച്ചർ ചൂരലും പിടിച്ച് കയ്യിലൊരു കെട്ട് കടലാസുമായി അവന്റെ അടുത്തേക്ക് നടന്നെടുത്തു. ടീച്ചറുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഇതാണോ നിന്റെ പഠിത്തം? കണക്കിന് 0 മാർക്ക്. ടീച്ചർ ഉത്തരക്കടലാസ് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു. അത് കാറ്റിൽ പാറി അവന്റെ കാലിച്ചുവട്ടിൽ വീണു. ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയുമില്ല. ഉച്ചയ്ക്ക് കൂട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ കൂടുകയുമില്ല. എപ്പോഴും ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നോളും. എന്താ നിന്റെ വിചാരം? വല്യ ജാടയാണോ? ടീച്ചറുടെ വാക്കുകൾ ചാട്ടവാടടി പോലെ അവന്റെ മനസ്സിനെ നോവിച്ചു. ജാടയല്ലെന്ന്, ദാരിദ്ര്യമാണെന്ന് പറയാൻ അവന്റെ അഭിമാനം അനുവദിച്ചില്ല. അവന്റെ ചുണ്ടുകൾ വിറച്ചു. നാളെ നിന്റെ അച്ഛനെയോ അമ്മയോ കൊണ്ടുവരാതെ നീ ഈ ക്ലാസ്സിൽ കയറരുത്. ഇതെന്റെ അവസാനത്തെ വാക്കാണ്, കേട്ടല്ലോ? ക്ലാസ്സിലെ ചില വികൃതി കുട്ടികൾ അത് കേട്ട് വായപൊത്തി ചിരിച്ചു. ആ ചിരികൾ അവന്റെ ഹൃദയത്തെ കീറിമുറിച്ചു. ആദിത്യൻ തലകുനിച്ചു നിന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണീർ തറയിലെ പൊടിയിലേക്ക് ഉതിർന്നു വീണു. വിശപ്പിനേക്കാൾ വലിയ വേദന ഉറ്റവരാരുമില്ലാത്തവന്റെ നിസ്സഹായതയാണെന്ന് ആ 10 വയസ്സുകാരൻ തിരിച്ചറിയുകയായിരുന്നു. നാളെ ആരെ വിളിച്ചുകൊണ്ടുവരും? ശ്മശാനത്തിലെ കല്ലറയിൽ കിടക്കുന്ന അമ്മ വരുമോ? മറുപടിയില്ലാത്ത ചോദ്യം അവന്റെ നെഞ്ചിൽ ഒരു വലിയ കല്ലുപോലെ ഭാരമായി കിടന്നു. വൈകുന്നേരത്തെ വെയിൽ മങ്ങിത്തുടങ്ങി. സ്കൂൾ ഗേറ്റ് കടന്ന് കുട്ടികൾ പല വഴിക്ക് പിരിഞ്ഞു. ചിലർ ഓട്ടോറിക്ഷകളിലേക്കും മറ്റു ചിലർ കാത്തുനിന്ന രക്ഷിതാക്കളുടെ ബൈക്കുകളിലേക്കും കയറി. ആദിത്യൻ മാത്രം ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി റോഡരികിലെ മൺപാതയിലൂടെ നടന്നു. അവന്റെ തോളിലെ ബാഗിന് പുസ്തകങ്ങളെക്കാൾ ഭാരം സ്വന്തം ഏകാന്തതയായിരുന്നു. വഴിയിലൂടെനീളം അവൻ കണ്ടത് സന്തോഷത്തിന്റെ കാഴ്ചകളായിരുന്നു. ഐസ്ക്രീം നുണയുന്ന കുട്ടികൾ, അച്ഛന്റെ കൈ തൂങ്ങി നടക്കുന്നവർ, ബേക്കറിയിൽ നിന്ന് പലഹാരങ്ങൾ വാങ്ങുന്നവർ. ആ കാഴ്ചകൾ കാണാതിരിക്കാൻ അവൻ തലകുനിച്ച് കാലുകൊണ്ട് വഴിയിലെ കല്ലുകൾ തട്ടിത്തെറിപ്പിച്ച് നടന്നു. താമരശ്ശേരി ടൗണിലെ തിരക്കുകൾ പിന്നിട്ട് റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലുള്ള ഒറ്റയടി പാതയിലേക്ക് അവൻ തിരിഞ്ഞു. ഇവിടെ നിശബ്ദതയാണ്. കാറ്റിൽ ഉലയുന്ന റബ്ബർ മരങ്ങളുടെ ഇലയനക്കങ്ങളും ഇടയ്ക്ക് കരയുന്ന പക്ഷികളുടെ ശബ്ദവും മാത്രം. നടന്ന് തളർന്ന് അവൻ തന്റെ കുടിലിന്റെ മുറ്റത്തെത്തി.
ഓലമേഞ്ഞ ആ വീട് കാറ്റത്തൊന്ന് ആടി ഉലയുന്നത് പോലെ തോന്നി. മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന, വേനലിൽ ചൂട് സഹിക്കാനാവാത്ത ആ കൊച്ചു കൂരയായിരുന്നു അവന്റെ സ്വർഗം. മുറ്റത്തെ തുളസിത്തറയിൽ ആരും വെള്ളമൊഴിക്കാതെ ചെടി വാടിക്കരിഞ്ഞു നിൽക്കുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ പരിചിതമായ ഇരുട്ടും പഴകിയ മണ്ണും അവനെ സ്വീകരിച്ചു. "അമ്മ, ഞാൻ വന്നു," അവൻ പതിവ് തെറ്റാതെ പറഞ്ഞു. പക്ഷേ ആ വിളിക്ക് മറുപടി നൽകാൻ വീടിന്റെ ഉള്ളിൽ കനത്ത നിശബ്ദത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ തട്ടുന്ന ശബ്ദമോ അമ്മയുടെ മൂളിപ്പാട്ടോ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ബാഗ് കസേരയിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ അവൻ നേരെ പോയത് ചുമരിൽ തൂക്കിയിട്ടിരുന്ന ആ പഴയ ഫോട്ടോ ഫ്രെയിമിനടുത്താണ്. ഗ്ലാസ് അല്പം പൊട്ടിയ നിറം മങ്ങിയ ഫോട്ടോയിൽ ഗായത്രി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്നു. ആദിത്യൻ തന്റെ ഷർട്ടിന്റെ തുമ്പുകൊണ്ട് ആ ഫോട്ടോയിലെ പൊടി മെല്ലെ തുടച്ചു. ആ സ്പർശത്തിൽ ഒരമ്മയുടെ ചൂടവൻ അറിഞ്ഞു. "ഇന്നും വിശക്കുന്നു അമ്മ. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. പിന്നെ മേഘ ടീച്ചർ ഇന്നെന്നെ വഴക്ക് പറഞ്ഞു. നാളെ അച്ഛനെയോ അമ്മയോ കൊണ്ടുവരണമെന്ന്. ഞാൻ ആരെയാ അമ്മ വിളിക്ക? അമ്മ വരുവോ എന്റെ കൂടെ സ്കൂളിലേക്ക്? എല്ലാവരും അച്ഛനെയോ അമ്മയോ കൊണ്ടുവരും. എനിക്ക് മാത്രം ആരുമില്ല." ആ ചോദ്യത്തിനു മുന്നിൽ ആ ഫോട്ടോ പോലും കരയുന്നതായിട്ട് അവന് തോന്നി. അമ്മയുടെ ചിരിക്ക് പിന്നിലെ സങ്കടം ഇപ്പോൾ അവന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പുറത്ത് കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങി. വീടിന്റെ ഓലകൾക്കിടയിലൂടെ അരിച്ചിരുന്ന കാറ്റൊരു തേങ്ങൽ പോലെ അവൻ അനുഭവപ്പെട്ടു. ഇരുട്ട് പരക്കുന്നു. ആ കുടിലിനുള്ളിൽ, ആ ഫോട്ടോയ്ക്ക് മുന്നിൽ അവൻ തനിച്ചായിരുന്നു. വിശപ്പും സങ്കടവും മാത്രം കൂട്ടിന്. രാത്രിയുടെ യാമങ്ങൾ കടുത്തു. ആകാശം കാർമേഘങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. ഇടയ്ക്കും മിന്നുന്ന മിന്നാമിന്നുങ്ങുകൾ മാത്രമായിരുന്നു ആദിത്യന് വഴികാട്ടികൾ. ആ കുഞ്ഞു വീടിന്റെ ഏകാന്തത അവനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. വിശപ്പും സങ്കടവും കൂടിക്കലർന്നപ്പോൾ അവനവിടെ ഇരിക്കാൻ തോന്നിയില്ല. അവന് സമാധാനം ലഭിക്കുന്ന ഒരേ ഒരിടമേ ഭൂമിയിലുണ്ടായിരുന്നുള്ളൂ. ആദിത്യൻ വാതിൽ ചാരി ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു. ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിൽ രാത്രിയുടെ നിശബ്ദതയെ ഭേദിക്കുന്നുണ്ട്. റബ്ബർ തോട്ടത്തിലൂടെയുള്ള ആ വഴി അവന് മനഃപ്പാഠമായിരുന്നു. ഭയം അവനെ തൊട്ടു തീണ്ടിയില്ല. കാരണം ജീവിച്ചിരിക്കുന്നവരെക്കാൾ അവൻ സ്നേഹിച്ചത് മരിച്ചവരെയായിരുന്നു. അല്പദൂരം നടന്നപ്പോൾ തുരുമ്പെടുത്തൊരു ഗേറ്റിന് മുന്നിലെത്തി. ശ്മശാനം. മരണത്തിന്റെ മരവിച്ച ഗന്ധമുള്ള ആ സ്ഥലം മറ്റുള്ളവർക്ക് ഭയമായിരുന്നെങ്കിൽ ആദിത്യൻ അത് അമ്മയുടെ മടിത്തട്ടായിരുന്നു. അവൻ വേഗത്തിൽ നടന്നു. അങ്ങകലെ ഒരു പാലമരത്തിന്റെ ചുവട്ടിൽ അധികം പഴക്കമില്ലാത്ത ഒരു കല്ലറ. ഗായത്രി. നിലാവെളിച്ചം ആ കല്ലറയിൽ വീണുകിടക്കുന്നു. ആദിത്യൻ ഓടിച്ചെന്ന ആ കല്ലറയിൽ കെട്ടിപ്പിടിച്ചു. കല്ലിന്റെ തണുപ്പ് അവന്റെ നെഞ്ചിലേക്ക് പടർന്നു. പക്ഷെ അവനത് അമ്മയുടെ ചൂടായിട്ടാണ് അനുഭവപ്പെട്ടത്. "അമ്മ," ഞാൻ വിളിച്ചു. ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. "എല്ലാവരും എന്നെ കളിയാക്കുന്നു. അച്ഛനില്ലാത്തവനെന്ന് വിളിക്കുന്നു. ടീച്ചർ പറഞ്ഞു നാളെ രക്ഷിതാവിനെ കൊണ്ടുവരണമെന്ന്. ഞാൻ ആരെയാ അമ്മ വിളിക്ക? അമ്മ വരുവോ എന്റെ കൂടെ സ്കൂളിലേക്ക്?" അവൻ കല്ലറയുടെ മുകളിലുള്ള ഉണങ്ങിയ ഇലകൾ കൈകൊണ്ട് നീക്കി അവിടെ തലചായ്ച്ചു കിടന്നു. അവന്റെ കണ്ണീർ ആ കല്ലറയിലേക്ക് ഒഴുകിയിറങ്ങി. പട്ടിണി കിടക്കുന്ന വയറിന്റെ കാളൽ മറക്കാൻ അവൻ കണ്ണുകൾ മുറുക്കെ അടച്ചു. "എനിക്ക് വിശക്കുന്നു അമ്മ. എനിക്കുറക്കം വരുന്നില്ല. അമ്മ ഒന്ന് താരാട്ട് പാടിത്തരുമോ?" ആ ചോദ്യം രാത്രിയുടെ നിശബ്ദതയിൽ അലിഞ്ഞുപോയി. കാറ്റ് മരച്ചില്ലകളെ തഴുകി കടന്നുപോയപ്പോൾ ഒരു നേരിയ മർമ്മരം കേട്ടു. അതൊരു താരാട്ടുപാട്ടുപോലെ അവന് തോന്നി. മെല്ലെ കരഞ്ഞു തളർന്ന ആദിത്യൻ ആ കല്ലറയിൽ അമ്മയുടെ നെഞ്ചിലെന്ന് കരുതി ചുരുണ്ടുകൂടി ഉറങ്ങി. ഈ സമയം ദൂരെ നിന്നൊരു ടോർച്ചിന്റെ വെളിച്ചം അങ്ങോട്ടേക്ക് നീങ്ങി വരുന്നുണ്ടായിരുന്നു. ശ്മശാന കാവൽക്കാരനായ രാഘവേട്ടൻ. രാത്രിയിലെ പതിവ് പരിശോധനയ്ക്കിറങ്ങിയതായിരുന്നു അദ്ദേഹം. കല്ലറയ്ക്ക് മുകളിൽ എന്തോ അനങ്ങുന്നത് കണ്ട് അദ്ദേഹം ഭയത്തോടെ ടോർച്ച് തെളിച്ചു. വെളിച്ചം ചെന്നു വീണത് കല്ലറയിൽ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്ന ആദിത്യന്റെ മുഖത്താണ്. രാഘവേട്ടൻ സ്തംഭിച്ചുപോയി. ആ കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. കണ്ണീരൊലിച്ച പാടുകളുള്ള ആ നിഷ്കളങ്കമായ മുഖം. ദൈവമേ, ഈ പിഞ്ചുകുഞ്ഞ്! അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ടോർച്ച് താഴെ വീഴാറായി. ഭയമല്ല, വല്ലാത്തൊരു നോവാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. ഇത് ശരിയല്ല. ഇതിങ്ങനെ തുടരാൻ പാടില്ല. ആരെങ്കിലും ഇതറിയണം. രാഘവേട്ടൻ ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. പിറ്റേന്ന് തന്നെ സ്കൂളിലെ ടീച്ചറെ വിവരമറിയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഉറങ്ങുന്ന ആദിത്യന് കാവലായി ആ രാത്രിയിൽ രാഘവേട്ടൻ അവിടെ തന്നെയിരുന്നു. പിറ്റേന്ന് രാവിലെ സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ മേഘ ടീച്ചർ അസ്വസ്ഥയായിരുന്നു. തലേന്ന് വഴക്കു പറഞ്ഞ ആദിത്യന്റെ മുഖം അവരെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഹാജർ പട്ടികയിൽ അവന്റെ പേര് കണ്ടപ്പോൾ ടീച്ചറുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവനിന്ന് വരുമോ? അതോ അച്ഛനെയോ അമ്മയെയോ കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് പേടിച്ചു മാറി നിൽക്കുമോ? അപ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. പരുക്കൻ ഖാക്കി ഷർട്ടും മുണ്ടും ധരിച്ച പ്രായം തോന്നിക്കുന്ന ഒരാൾ. രാഘവേട്ടൻ. "ടീച്ചറെ, എനിക്ക് മേഘ ടീച്ചറെ ഒന്ന് കാണണം." അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരിടർച്ചയുണ്ടായിരുന്നു. ടീച്ചർ എഴുന്നേറ്റ് ചെന്നു. "ഞാനാണ് മേഘ ടീച്ചർ. എന്താ കാര്യം?" രാഘവേട്ടൻ ഒന്ന് തൊഴുതു. അദ്ദേഹത്തിന്റെ കണ്ണിൽ സങ്കടം ഘനീഭവിച്ചു നിന്നിരുന്നു. "ടീച്ചറെ,
ഞാൻ അപ്പുറത്തെ ശ്മശാനത്തിലെ കാവൽക്കാരനാണ്. ഇന്നലെ രാത്രി അവിടെ ഒരു കാഴ്ച കണ്ടു. ആദിത്യൻ, 4ാം ക്ലാസ്സിലെ ആ കുട്ടി. ആദിത്യനെന്ന് കേട്ടതും ടീച്ചറുടെ ഉള്ളിലൊന്ന് ആളി. എന്താ, അവൻ അവിടെ എന്തു ചെയ്യുകയായിരുന്നു? ടീച്ചറെ, രാഘവേട്ടൻ ശ്വാസം ആഞ്ഞു വലിച്ചു. ആ കുട്ടിക്ക് ആരുമില്ല ടീച്ചറെ. അച്ഛനില്ല, അമ്മ മരിച്ചുപോയി. അവൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് അവന്റെ അമ്മയുടെ കല്ലറയിൽ കെട്ടിപ്പിടിച്ചാണ്. ഉറക്കത്തിൽ അവൻ ടീച്ചറുടെ പേര് പറയുന്നത് ഞാൻ കേട്ടു. നാളെ അച്ഛനെയോ അമ്മയെയോ കൊണ്ടുവരാൻ ടീച്ചർ പറഞ്ഞല്ലോ. ഞാൻ ആരെ വിളിക്കും എന്ന് ചോദിച്ചാണ് ആ പിഞ്ചുകുഞ്ഞു കരഞ്ഞത്. ആ വാക്കുകൾ മേഘ ടീച്ചറുടെ ഹൃദയത്തിൽ ഒരിടിവാൾ പോലെ പതിച്ചു. കയ്യിലിരുന്ന പേന താഴെ വീണു. ചെവിയിൽ വലിയൊരു മുഴക്കം. നാളെ അച്ഛനെയോ അമ്മയെയോ കൊണ്ടുവരാതെ ക്ലാസ്സിൽ കയറരുത് എന്ന് താൻ ആക്രോശിച്ചു പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സ്വന്തം നെഞ്ചിൽ തറയ്ക്കുന്ന മുനകളായി മാറി. ദൈവമേ, ഞാൻ എന്താണീ ചെയ്തത്? ടീച്ചർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. കസേരയിലേക്ക് തളർന്നിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ വഴക്കു പറഞ്ഞത് വിശന്നു തളർന്ന് അനാഥത്വത്തിന്റെ വേദന തിന്നു ജീവിക്കുന്നൊരു കുഞ്ഞിനെയാണല്ലോ എന്ന തിരിച്ചറിവ് അവരെ തകർത്തു കളഞ്ഞു. അടുത്ത പീരീഡ് ബെല്ല് മുഴങ്ങിയത് ടീച്ചർ കേട്ടില്ല. അവർ ബാഗും എടുത്തെഴുന്നേറ്റു. എനിക്കവനൊന്ന് കാണണം. രാഘവേട്ടൻ വഴി കാണിച്ചു. സ്കൂളിൽ നിന്ന് അധികം ദൂരെയല്ലെങ്കിലും ആരും തിരിഞ്ഞു നോക്കാത്ത ആ ഒറ്റയടിപ്പാതയിലൂടെ ടീച്ചർ നടന്നു. വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ ടീച്ചർ സ്തംഭിച്ചുപോയി. ഇതൊരു വീടാണോ? കാറ്റടിച്ചാൽ നിലംപൊത്താറായൊരു കൂര. മുറ്റത്ത് കരിയിലകൾ നിറഞ്ഞു കിടക്കുന്നു. ആദിത്യൻ, ടീച്ചർ വിറയലോടെ വിളിച്ചു. വാതിൽ പാതി തുറന്നു. ആദിത്യൻ പുറത്തേക്ക് വന്നു. ടീച്ചറെ കണ്ടതും അവൻ പേടിച്ചു വിറച്ചു. വീണ്ടും വഴക്കു പറയാൻ വന്നതാണെന്ന് കരുതി അവൻ ഭിത്തിയോട് ചേർന്നു നിന്നു. അവന്റെ കണ്ണുകളിൽ ഭയം മാത്രമായിരുന്നു. ടീച്ചറെ, എനിക്ക് അച്ഛനില്ലേ ടീച്ചറെ? അമ്മ മരിച്ചുപോയി, അതുകൊണ്ടാ. അവൻ വിതുമ്പിക്കൊണ്ട് പറയാൻ ശ്രമിച്ചു. മേഘ ടീച്ചർക്ക് അത് കേട്ടു നിൽക്കാൻ ത്രാണിയുണ്ടായിരുന്നില്ല. അവർ ഓടിച്ചെന്ന് ആ കുട്ടിയെ വാരിപ്പുണർന്നു. അഴുക്കുപുരണ്ട അവന്റെ ഉടുപ്പിലേക്കും മെലിഞ്ഞുടങ്ങിയ ശരീരത്തിലേക്കും ടീച്ചറുടെ കണ്ണുനീർ വീണു. വേണ്ട മോനെ, ഒന്നും പറയണ്ട. ടീച്ചറോട് ക്ഷമിക്കടാ. ടീച്ചർ അറിഞ്ഞില്ല, എന്റെ പൊന്നുമോൻ തനിച്ചാണെന്ന് ടീച്ചർ അറിഞ്ഞില്ല. ടീച്ചറുടെ കരച്ചിൽ ആദിത്യനെ അത്ഭുതപ്പെടുത്തി. ആദ്യമായാണ് ഒരാൾ അവനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. അമ്മയുടെ മണം പോലെ എന്തോ ഒന്ന് അവനിലേക്ക് ഒഴുകിയെത്തി. അവന്റെ ഭയം സാവധാനം അലിഞ്ഞുപോയി. അവൻ ടീച്ചറുടെ തോളിൽ തലവെച്ചു. അവന്റെ കണ്ണുനീരും ടീച്ചറുടെ കണ്ണുനീരും ഒന്നായി ചേർന്നു. ആ നിമിഷം ആ അനാഥബാലനെ നഷ്ടപ്പെട്ട അമ്മയെ തിരികെ കിട്ടുകയായിരുന്നു. അവിടെ ആ പൊട്ടിപ്പൊളിഞ്ഞ വീടിന്റെ മുറ്റത്തുവെച്ച് സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം തുറക്കപ്പെട്ടു. ആദിത്യന്റെ വിശപ്പ് മാറിയപ്പോൾ അവന്റെ മുഖത്ത് ചെറിയൊരു തെളിച്ചം വന്നു. മേഘ ടീച്ചർ വഴിയിൽ നിന്ന് വാങ്ങിയ പൊതിച്ചോറ് അവൻ ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ ടീച്ചറുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ടീച്ചർ സ്വന്തം സാരിത്തുമ്പുകൊണ്ട് അവന്റെ മുഖം തുടച്ചുകൊടുത്തു. മോനിവിടെ ഇരിക്ക്, ടീച്ചർ ഈ വീടൊന്ന് കാണട്ടെ. അവർ ആ കുടിലിനുള്ളിലൂടെ നടന്നു. ഓരോ കാഴ്ചയും അവരുടെ നെഞ്ചിൽ ഓരോ മുറിവുകളുണ്ടാക്കി. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചോർന്നൊലിക്കുന്ന മേൽക്കൂര, പായ വിരിച്ച നിലം, ഒരു മൂലയിൽ കരിപിടിച്ച 3 അടുപ്പുകല്ലുകൾ. അടുപ്പിൽ ചാരം മാത്രം ബാക്കി. തീ പുകഞ്ഞിട്ട് ദിവസങ്ങളായെന്ന് വ്യക്തമായി. എങ്ങനെയാണ് ഈ കുഞ്ഞിതിനുള്ളിൽ ഒറ്റയ്ക്ക് എന്ന് ടീച്ചർ സ്വയം ചോദിച്ചു. മുറിയുടെ ഒരു മൂലയിൽ പഴയൊരു തകരപ്പെട്ടിയും അതിനു മുകളിൽ ചിതറിക്കിടക്കുന്ന കുറച്ച് തുണികളും ടീച്ചർ കണ്ടു. ഗായത്രിയുടെ ഓർമ്മകൾ ആ പെട്ടിയിൽ ഉറങ്ങുന്നുണ്ടാകുമെന്ന് കരുതി ടീച്ചർ അത് തുറന്നു നോക്കി. പെട്ടി തുറന്നപ്പോൾ പഴകിയ സാരികളുടെയും മഞ്ഞളിന്റെയും കർപ്പൂലത്തിന്റെയും ഒരു പ്രത്യേക ഗന്ധം ആ മുറിയിൽ പരന്നു. അത് ഗായത്രിയുടെ ഗന്ധമായിരുന്നു. നിറം മങ്ങിയ ഏതാനും സാരികൾ, ആദിത്യൻ കുഞ്ഞായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു കളിപ്പാട്ടം, പിന്നെ ഒരു ചെറിയ കണ്ണാടി. ഏറ്റവും അവസാനം തുണികൾക്കിടയിൽ ഭദ്രമായി പൊതിഞ്ഞുവെച്ച ഒരു പുസ്തകം ടീച്ചർ കണ്ടെത്തി. നീലച്ചട്ടയുള്ള ഒരു പഴയ ഡയറി. ടീച്ചർ അത് കയ്യിലെടുത്തു. അതിന് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. ഒരു ജന്മത്തിന്റെ മുഴുവൻ കണ്ണുനീരിന്റെ ഭാരം. ഡയറിയുടെ പുറത്ത് വിറയ്ക്കുന്ന കൈപ്പടയിൽ എഴുതിയിരുന്നു, എന്റെ മോന്, അമ്മയുടെ സത്യങ്ങൾ. ആദിത്യൻ അപ്പോഴും ടീച്ചർ വാങ്ങിക്കൊടുത്ത വെള്ളം കുടിച്ചിരിക്കുകയായിരുന്നു. ടീച്ചർ ജനലിനരികിൽ നീങ്ങി നിന്ന് ഡയറി തുറന്നു. ആദ്യത്തെ പേജിൽ ഉണങ്ങിയൊരു മയിൽപ്പീലി വെച്ചിരുന്നു. താളുകൾ മറിക്കുന്തോറും അക്ഷരങ്ങൾ തെളിഞ്ഞുവന്നു. ചിലയിടത്ത് മഷി പടർന്നിട്ടുണ്ട്. എഴുതുമ്പോൾ വീണ കണ്ണുനീർ തുള്ളികളാകാം. ആദിത്യൻ ഇത് വായിക്കുമ്പോൾ
അമ്മ ഈ ഭൂമിയിലുണ്ടാവില്ല. പക്ഷേ സത്യം നീ അറിയണം. നിന്റെ അച്ഛൻ ആരെന്നും നമ്മൾ എന്തിനാണ് ഈ കാട്ടിലേക്ക് ഓടിവന്നതെന്നും ആ വരികൾ വായിച്ചപ്പോൾ മേഘ ടീച്ചറുടെ ഹൃദയമിടിപ്പ് കൂടി. ഇതൊരു സാധാരണ ഡയറിയല്ല, ഒരു കുമ്പസാരമാണ്. ചതിക്കപ്പെട്ട ഒരു പെണ്ണിന്റെ, തോറ്റുപോയ ഒരു അമ്മയുടെ, എന്നാൽ മകനുവേണ്ടി മാത്രം ജീവിച്ച ഒരു സ്ത്രീയുടെ ആത്മാവ് ആ താളുകളിൽ തുടിക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ ആദിത്യനെ ഒന്ന് നോക്കി, പിന്നെ സാവധാനം അടുത്ത പേജിലേക്ക് മറിഞ്ഞു. അപ്പോൾ ആ പഴയ കുടിൽ അപ്രത്യക്ഷമാവുകയും കാലം പിന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്തു. 12 വർഷങ്ങൾക്കു മുമ്പ് കോഴിക്കോടിന്റെ സായാഹ്നങ്ങൾ മാനാഞ്ചിറ മൈതാനത്തിന്റെ പച്ചപ്പിൽ അലിഞ്ഞു ചേരുന്ന സമയം. ഡയറിയുടെ താളുകളിൽ ഗായത്രി എന്ന 22 വയസ്സുകാരിയുടെ സ്വപ്നങ്ങൾ പൂത്തുനിൽക്കുകയായിരുന്നു. അന്നവൾക്ക് ലോകം വളരെ സുന്ദരമായിരുന്നു. കാരണം ആ ലോകത്തിന് രവിശങ്കരന്റെ മുഖമായിരുന്നു. ലക്ഷ്മി അമ്മ എന്ന വളർത്തമ്മയുടെ സ്നേഹത്തണലിലാണ് ഗായത്രി വളർന്നത്. വലിയ സമ്പാദ്യമൊന്നുമില്ലായിരുന്നെങ്കിലും സ്നേഹത്തിന് കുറവുണ്ടായിരുന്നില്ല. എന്നാൽ രവിശങ്കർ അവളുടെ ജീവിതത്തിലേക്ക് വന്നതോടെ എല്ലാം മാറിമറിഞ്ഞു. നഗരത്തിലെ വലിയ ബിസിനസ്സുകാരന്റെ മകൻ, ആഡംബരക്കാറിൽ വന്നിറങ്ങുന്ന, ഇംഗ്ലീഷ് കലർന്ന മലയാളം പറയുന്ന സുന്ദരനായ യുവാവ്. അവന്റെ വാക്കുകളിൽ തേനുണ്ടായിരുന്നു. ഗായത്രി, എന്റെ ലോകം നീയാണ്. ഈ പണവും പ്രതാപവും ഒക്കെ വെറും പുറംമൂടി മാത്രം. എനിക്കു വേണ്ടത് നിന്റെ ഈ ചിരിയാണ്. മാനാഞ്ചിറയിലെ കൽപ്പടവിലിരുന്ന് അവൻ പറയുമ്പോൾ അവൾ നാണത്തോടെ തലകുനിച്ചു. അവന്റെ സമ്മാനങ്ങളും വലിയ ഹോട്ടലുകളിലെ ഭക്ഷണവും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വാഗ്ദാനങ്ങളും പാവം ഗായത്രി അതിൽ വീണുപോയി. അവൾ അവനെ വിശ്വസിച്ചു, സ്വന്തം ജീവനേക്കാൾ അധികം. മാസങ്ങൾ കടന്നുപോയി. പ്രണയം അതിന്റെ എല്ലാ അതിരുകളും ലംഘിച്ചു. ലക്ഷ്മിയമ്മ പലപ്പോഴും മുന്നറിയിപ്പ് നൽകി, മോളെ, വലിയ വീട്ടിലെ ചെക്കനാണ്. നമ്മളെപ്പോലുള്ളവരെ അവർക്ക് വെറും കളിപ്പാട്ടങ്ങളാവൂ. പക്ഷേ പ്രണയത്താൽ അന്ധയായ ഗായത്രി അത് കേട്ടില്ല. രവിശങ്കർ അവളെ വിവാഹം കഴിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ഒരു ദിവസം വിറയ്ക്കുന്ന കൈകളോടെ അവൾ അവനോട് ആ സത്യം പറഞ്ഞു. രവി, ഞാൻ അമ്മയാകാൻ പോകുന്നു. അവൾ കരുതിയത് അവൻ സന്തോഷിക്കുമെന്നാണ്, അവനെ കെട്ടിപ്പിടിച്ച് കരയുമെന്നാണ്. പക്ഷെ ആ സായാഹ്നത്തിൽ കണ്ടത് രവിശങ്കറിന്റെ മറ്റൊരു മുഖമായിരുന്നു. അവന്റെ മുഖം ഇരുണ്ടു, കണ്ണുകളിൽ ഭയം നിറഞ്ഞു. പിന്നെ അത് ദേഷ്യമായി മാറി. എന്ത്? നീ എന്തായി പറയുന്നത്? അതെ രവി, നമ്മുടെ കുഞ്ഞോ? നിനക്ക് വട്ടാണോ ഗായത്രി? എന്റെ കല്യാണം ഉറപ്പിക്കാൻ തോന്നുകയാണ്, വലിയൊരു തറവാട്ടിലെ കുട്ടിയുമായി. ഇപ്പൊ ഈ നാറി പിടിച്ച വർത്തമാനവുമായി നീ വന്നാൽ എന്റെ ജീവിതം പോകും. ഗായത്രിക്ക് സ്വന്തം ചെവികളെ വിശ്വസിക്കാനായില്ല. രവി, അപ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ, നീ തന്ന വാഗ്ദാനങ്ങൾ, അതൊക്കെ വെറും തമാശ. കുറച്ചുനാൾ കറങ്ങി നടന്നു, രസിച്ചു. അതിനപ്പുറം നിന്നെപ്പോലൊരു അനാഥ പെണ്ണിനെ എന്റെ വീട്ടിൽ കയറ്റുമെന്ന് നീ കരുതിയോ? ഈ കൊച്ചിനെ കളയണം. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. അബോഷൻ, അതല്ലാതെ വേറെ വഴിയില്ല. ആ നിമിഷം ഗായത്രിയുടെ ഉള്ളിൽ പ്രണയം മരിച്ചു. പകരം അവിടെ ഒരു അമ്മ ജനിക്കുകയായിരുന്നു. അവൾ കണ്ണിൽ തുടച്ചു, തലയുയർത്തി അവനെ നോക്കി. വേണ്ട രവിശങ്കർ, നിന്റെ പണം എനിക്ക് വേണ്ട. എന്റെ വയറ്റിലുള്ളത് നിന്റെ പാപമല്ല, എന്റെ കുഞ്ഞാണ്. ഇതിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. നീ എനിക്ക് തന്നത് സ്നേഹമല്ല, ഒരു വലിയ പാഠമാണ്. അവൾ അവനെ തിരിഞ്ഞു നോക്കാതെ നടന്നു നീങ്ങി. ആൾക്കൂട്ടത്തിനിടയിൽ അവൾ ഒറ്റക്കായി. പക്ഷേ അവളുടെ കൈകൾ സ്വന്തം വയറ്റിൽ മുറുകെ പിടിച്ചിരുന്നു. ആരും തുണയില്ലാത്ത ലോകത്ത് ആ കുഞ്ഞിന് തന്നെ മാത്രമേ ഉള്ളൂ എന്നവൾ തിരിച്ചറിഞ്ഞു. കോഴിക്കോടിന്റെ വെളിച്ചങ്ങൾ പിന്നിലുപേക്ഷിച്ച് അപമാനത്തിന്റെ ഭാണ്ഡവുമായി അവൾ ഇരുട്ടിലേക്ക് നടന്നു. താമരശ്ശേരി ചുരത്തിന്റെ 9ാം വളവ് കയറുമ്പോൾ KSDC ബസിന്റെ ജനലിലൂടെ കോടമഞ്ഞ് ഗായത്രിയുടെ മുഖത്തേക്ക് അടിച്ചുകയറി. ആ തണുപ്പ് അവളുടെ മനസ്സിനെ മരവിപ്പിച്ചില്ല, മറിച്ച് കൂടുതൽ ദൃഢമാക്കി. കോഴിക്കോടിന്റെ ചൂടും രവിശങ്കർ നൽകിയ അപമാനത്തിന്റെ കനലും അവൾ താഴെ അടിവാരത്തിലുപേക്ഷിച്ചിരുന്നു. ഇനി മുന്നിലുള്ളത് അജ്ഞാതമായൊരു ലോകമാണ്, വയനാട്. പോക്കറ്റിലാകെയുണ്ടായിരുന്നത് ലക്ഷ്മിയമ്മ തന്ന കുറച്ചു രൂപയും ഒരു ജോഡി വസ്ത്രങ്ങളും മാത്രമായിരുന്നു. വയറ്റിൽ വളരുന്ന ജീവന്റെ തുടിപ്പ് ഓരോ വളവിലും അവൾ അറിയുന്നുണ്ടായിരുന്നു. ഛർദിയും ക്ഷീണവും അവളെ തളർത്തി. ബസ്സിലെ അപരിചിത മുഖങ്ങൾ അവളെ തുറിച്ചുനോക്കി. ഭർത്താവില്ലാത്ത ഗർഭിണിക്ക് വീട് നൽകില്ല എന്നായിരുന്നു പലരുടെയും മറുപടി. ഒടുവിൽ ജാനകിയമ്മ എന്ന വയസ്സായ ഒരു സ്ത്രീക്ക് മനസ്സലിഞ്ഞു. തോട്ടത്തിനരികിലുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു ചെറിയ കൂര അവൾക്ക് നൽകി. പിന്നീടുള്ള നാളുകൾ അതിജീവനത്തിന്റെ അഗ്നിപരീക്ഷയായിരുന്നു. നിറവയറുമായി അവൾ തോട്ടങ്ങളിൽ പണിക്ക് പോയി. തേയിലച്ചെടികൾക്കിടയിൽ നിന്ന് അട്ട കടിക്കുമ്പോഴും നടുവേദന വരുമ്പോഴും അവൾ പല്ല് കടിച്ചു പിടിച്ചു. എന്റെ കുഞ്ഞിന് ജീവിക്കണം, ഏതായിരുന്നു അവളുടെ മന്ത്രം.
ഒരു മഴരാത്രിയിലാണ് ആദിത്യൻ ജനിച്ചത്. ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്തതുകൊണ്ട് ജാനകിയമ്മയുടെ സഹായത്തോടെ ആ കൂരയിൽ വെച്ചായിരുന്നു പ്രസവം. കുഞ്ഞിന്റെ ആദ്യത്തെ കരച്ചിൽ കേട്ടപ്പോൾ ഗായത്രി വേദനകളെല്ലാം മറന്നു. പുറത്ത് ഇടിമുഴക്കമുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ സൂര്യൻ ഉദിച്ചു. അവൾ അവന് പേരിട്ടു ആദിത്യൻ. തന്റെ ഇരുണ്ട ലോകത്തെ ഏക വെളിച്ചം. ആദിത്യൻ വളരുന്നതിനൊപ്പം ഗായത്രിയും വളർന്നു. കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുക കൂട്ടിവെച്ച് അവൾ വീടിനു ചുറ്റും പച്ചക്കറികൾ നട്ടു. വയനാടിന്റെ മണ്ണവളെ ചതിച്ചില്ല. പയറും വെണ്ടക്കയും ചീരയും അവിടെ തഴച്ചു വളർന്നു. രാവിലെ ആദിത്യനെ പുറത്തു കെട്ടിവെച്ച് അവൾ മണ്ണിൽ കിളച്ചു. ആ പച്ചക്കറികൾ അവൾ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. തുടക്കത്തിൽ പരിഹസിച്ചവർ പിന്നീട് അവളെ ആദരവോടെ നോക്കാൻ തുടങ്ങി. ഗായത്രി ചേച്ചി എന്ന് വിളിപ്പേര് വീണു. അവൾ തളർന്നില്ല. മകനെ പഠിപ്പിക്കണം, അവനെ ഒരു വലിയ നിലയിലെത്തിക്കണമെന്നതായിരുന്നു അവളുടെ ഏക ലക്ഷ്യം. വയനാടൻ ചുരങ്ങൾ കയറി വന്ന ആ പേടിച്ചരണ്ട പെൺകുട്ടിയിൽ നിന്നും സ്വന്തം കാലിൽ നിൽക്കുന്ന കരുത്തുറ്റ അമ്മയിലേക്കുള്ള ദൂരം അവൾ താണ്ടിയത് കണ്ണീരും വിയർപ്പും കൊണ്ടായിരുന്നു. ചുരമിറങ്ങിപ്പോയ പഴയ ഗായത്രി മരിച്ചിരുന്നു. പകരം അവിടെ ആദിത്യന്റെ അമ്മ ജനിച്ചു. കാലം വേരത്തിൽ കടന്നുപോയി. ഗായത്രിയുടെ കഠിനാധ്വാനം ഫലം കണ്ടു തുടങ്ങി. ആ കൊച്ചുകൂടിൽ മാറി അവളൊരു ചെറിയ ഓടിട്ട വീട് പണിതു. പച്ചക്കറി കൃഷിയിൽ നിന്ന് അവൾ മൊത്തവ്യാപാരത്തിലേക്ക് വളർന്നു. കൽപ്പറ്റ ടൗണിൽ അവൾക്ക് സ്വന്തമായൊരു ചെറിയ കടയുണ്ടായിരുന്നു. ആദിത്യൻ മെടുക്കനായി സ്കൂളിൽ പോകുന്നു. അപ്പോഴാണ് വിധിയുടെ മറ്റൊരു പരീക്ഷണം. അയൽവാസികളായി എത്തിയവരായിരുന്നു അവർ. വിമല ചിരിച്ച മുഖവുമായി ഗായത്രിയുടെ വീട്ടിൽ നിത്യസന്ദർശകയായി. ഗായത്രി ചേച്ചി സമ്മതിക്കണം കേട്ടോ, തനിച്ചായിട്ടും ഇത്രയും കാര്യങ്ങൾ നോക്കി നടത്തുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. വിമലയുടെ വാക്കുകളിൽ തേൻ പുരട്ടിയിരുന്നു. ആദിത്യന് മധുരപലഹാരങ്ങൾ നൽകിയും ഗായത്രിയുടെ വീട്ടുജോലികളിൽ സഹായിച്ചും അവർ മെല്ലെ കുടുംബത്തിലെ ഒരു അംഗത്തെപ്പോലെയായി. സുരേഷായിരുന്നു കൂടുതൽ അപകടകാരി. ഗായത്രിയുടെ ബിസിനസ് വളർച്ചയിൽ അസൂയ പൂണ്ട അയാൾ അത് തട്ടിയെടുക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു. ചേച്ചി, എന്തിനാ ഈ സാധനങ്ങളൊക്കെ തലച്ചുമടായി കൊണ്ടുപോകുന്നത്? ഞാൻ ടൗണിൽ പോകുമ്പോൾ വണ്ടിയിൽ കയറ്റിവിട്ടാൽ മതിയല്ലോ എന്ന സഹായ വാഗ്ദാനവുമായി അയാളെത്തി. ആരുമില്ലാത്ത ഗായത്രിക്ക് അവരുടെ സ്നേഹം ഒരാശ്വാസമായിരുന്നു. തന്റെ ഭർത്താവിനെപ്പോലെ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനെപ്പോലെ സുരേഷ് കൂടെയുണ്ടല്ലോ എന്നവൾ ആശ്വസിച്ചു. ചേച്ചി, നമുക്കീ ബിസിനസ് ഒന്നും വിപുലീകരിച്ചാലോ? ടൗണിൽ വലിയൊരു ഗോഡൌൺ തുടങ്ങിയാൽ ലാഭം ഇരട്ടിയാകും. ഞാൻ കൂടെയുണ്ടാകും എല്ലാത്തിനും, ഒരു ദിവസം സുരേഷ് പറഞ്ഞു. ഗായത്രിക്ക് ആദ്യം സംശയമുണ്ടായിരുന്നെങ്കിലും വിമലയുടെ സ്നേഹപ്രകടനത്തിനു മുന്നിൽ അവൾ വീണുപോയി. ആദിത്യന്റെ ഭാവിക്ക് നല്ലതാണല്ലോ എന്ന് കരുതി അവൾ സമ്മതിച്ചു. അങ്ങനെ തന്റെ സമ്പാദ്യവും വീടിന്റെ ആധാരവും പണയം വെച്ച് ഗായത്രി സുരേഷിന്റെ പേരിൽ കൂടി ബിസിനസ് തുടങ്ങി. പണമിടപാടുകൾ സുരേഷ് കൈകാര്യം ചെയ്തു. ചേച്ചിക്ക് കണക്കൊന്നും അറിയില്ലല്ലോ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാൻ എന്നു പറഞ്ഞ് അയാൾ അവളെ മാറ്റി നിർത്തി. രാത്രികളിൽ കണക്ക് പുസ്തകം നോക്കുമ്പോൾ ചില പൊരുത്തക്കേടുകൾ ഗായത്രിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. പക്ഷെ ചോദിക്കുമ്പോഴൊക്കെ വിമല കരഞ്ഞു പറയും, ചേച്ചിക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ? ഞങ്ങൾ ചേച്ചിയെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയല്ലേ കണ്ടത്? ആ കണ്ണീരിൽ ഗായത്രിയുടെ സംശയങ്ങൾ അലിഞ്ഞുപോയി. എന്നാൽ അത് സ്വന്തം ശവക്കുഴി തോണ്ടുകയാണെന്ന് പാവം ഗായത്രി അറിഞ്ഞില്ല. വിശ്വാസം, അതാണ് അവൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ചതിയുടെ വിത്തുകൾ മുളച്ചു പൊന്തുകയായിരുന്നു അപ്പോൾ. ഡയറിയിൽ ഗായത്രി എഴുതിയ അവസാന വരികൾ വായിച്ച് മേഘ ടീച്ചറുടെ ശ്വാസം നിലച്ചുപോയി. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മോൻ അനാഥനാകും. ആ വരികളിൽ നിറഞ്ഞ ഭയം ടീച്ചറെ പൊള്ളിച്ചു. ഡയറി അവിടെ അവസാനിച്ചെങ്കിലും ആ രാത്രിയിൽ സംഭവിച്ച ഭയാനകമായ കാര്യങ്ങൾ ടീച്ചറുടെ മനസ്സിൽ ഒരു സിനിമ പോലെ തെളിഞ്ഞു. അന്നൊരു പേമാരിയുടെ രാത്രിയായിരുന്നു. ഗായത്രിയുടെ വീട്ടിലെ വിളക്ക് അണഞ്ഞിരുന്നില്ല. ഹാളിൽ സുരേഷും വിമലയും ഇരിക്കുന്നു. അവരുടെ മുഖങ്ങളിൽ പതിവില്ലാത്ത ഒരു ഗൗരവം. ഗായത്രി ഒരു കെട്ട് കടലാസുകളുമായി അവരുടെ മുന്നിൽ നിന്നു. അവളുടെ കണ്ണുകളിൽ തീ ജ്വലിക്കുന്നുണ്ടായിരുന്നു. സുരേഷ്, എന്താ ഇതൊക്കെ? ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുന്നു. നമ്മൾ തുടങ്ങിയ ഗോഡൌൺ നഷ്ടത്തിലാണെന്നോ? ഞാൻ നിന്നെ ഏൽപ്പിച്ച പണമൊക്കെ എവിടെ പോയി? സുരേഷ് പുച്ഛത്തോടെ ചിരിച്ചു. നഷ്ടം കച്ചവടത്തിൽ സ്വാഭാവികമല്ലേ ചേച്ചി, കള്ളം പറയരുത്. ഗായത്രി അല്ലറി. നിങ്ങൾ എന്റെ ഒപ്പ് വ്യാജമായിട്ട് എന്റെ സ്ഥലം പണയപ്പെടുത്തിയത് ഞാൻ അറിഞ്ഞു. എന്റെ കുഞ്ഞിന്റെ ഭാവിയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. നാളെ നേരം വെളുത്താൽ ഞാൻ പോലീസിൽ പോകും. പോലീസ് എന്ന വാക്ക് കേട്ടതും വിമലയുടെയും സുരേഷിന്റെയും മുഖം വിളറി. അവർ പരസ്പരം നോക്കി. ഗായത്രി ജീവിച്ചിരുന്നാൽ തങ്ങൾ ജയിലിലാകുമെന്ന് അവർക്ക് മനസ്സിലായി. വിമല പെട്ടെന്ന് മുഖഭാവം മാറ്റി നിറഞ്ഞ ചിരിയോടെ എഴുന്നേറ്റു.
അയ്യോ ചേച്ചി, ചേച്ചി ചൂടാകല്ലേ, നമുക്കെല്ലാം സംസാരിച്ച് തീർക്കാം. ചേച്ചിക്ക് ദേഷ്യം വന്നതുകൊണ്ട് തലവേദന ഉണ്ടാകും. ഞാനൊരു കാപ്പി എടുക്കട്ടെ? ഗായത്രി അത് നിരസിച്ചു. പക്ഷെ വിമല നിർബന്ധിച്ചു. ഒരു ഗ്ലാസ് കാപ്പി കുടിക്ക് ചേച്ചി, എന്നിട്ട് സമാധാനമായി സംസാരിക്കാം. അടുക്കളയിൽ വെച്ച് തിളയ്ക്കുന്ന കാപ്പിയിലേക്ക് വിമല ഒരു ചെറിയ കുപ്പിയിലെ ദ്രാവകം ഒഴിച്ചു. അവളുടെ കൈകൾ വിറച്ചില്ല. പുറത്തെ ഇടിമുഴക്കം ആ ശബ്ദങ്ങളെ വിഴുങ്ങി. ഗായത്രി ആ കാപ്പി വാങ്ങി കുടിച്ചു. സുരേഷ് അപ്പോഴും അവളെ സമാധാനിപ്പിക്കാൻ അഭിനയിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ഗായത്രിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. തൊണ്ടയിൽ തീയെരിയുന്നതുപോലെ അവൾ നെഞ്ചിൽ കൈവച്ച് നിലത്തേക്ക് വീണു. എന്താ നിങ്ങളെന്നെ? അവൾ സുരേഷിനെയും വിമലയും നോക്കി. അവരുടെ മുഖത്ത് ഇപ്പോൾ സ്നേഹമില്ല, പിശാചിന്റെ ചിരി മാത്രം. നീ പോലീസിൽ പോയി ഞങ്ങളെ കാട്ടിക്കൊടുക്കുമല്ലേടി? സുരേഷ് അവളുടെ അടുത്തേക്ക് കുനിഞ്ഞു. നീ ചത്താൽ പിന്നെ ആര് പരാതിപ്പെടാനാണ്? ഇത് ഹാർട്ട് അറ്റാക്കാണെന്ന നാട്ടുകാർ കരുതിക്കോളും. ഗായത്രിക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ പാതി അടഞ്ഞ വാതിലിലേക്ക് നീണ്ടു. അവിടെ അകത്തെ മുറിയിൽ ഉറങ്ങുന്ന ആദിത്യൻ. എന്റെ മോൻ. അവൾ അവസാനമായി ചിന്തിച്ചത് അവനെക്കുറിച്ചാണ്. അവൾ കൈകൾ നീട്ടി. പക്ഷെ ആ കൈകൾ തളർന്നു വീണു. ഗായത്രിയുടെ കണ്ണിലെ വെളിച്ചം എന്നേക്കുമായി അണഞ്ഞു. ഈ സമയം വലിയൊരു ഇടിമുഴക്കത്തിന്റെ ശബ്ദം കേട്ട് ആദിത്യൻ ഞെട്ടിയുണർന്നു. അവൻ കണ്ണുതിരുമി ഹാളിലേക്ക് വന്നു. അവിടെ കണ്ട കാഴ്ച അവനെ മരവിപ്പിച്ചു. നിലത്ത് കിടക്കുന്ന അമ്മ, അരികിൽ നിൽക്കുന്ന സുരേഷും വിമലയും. അമ്മ! അവൻ വിളിക്കാൻ തുടങ്ങിയെങ്കിലും ഭയം അവന്റെ ശബ്ദമില്ലാതാക്കി. സുരേഷിന്റെ കണ്ണുകൾ അവനെ കണ്ടു. അവനും ഉണർന്നു. അവനെയും തീർക്കണം. സുരേഷ് വിമലയോട് ആംഗ്യം കാണിച്ചു. ആദിത്യൻ അപകടം മണത്തു. അവൻ പിന്നിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. കോരിച്ചൊരിയുന്ന മഴയിൽ കൂരിരുട്ടിൽ അവൻ ജീവനും കൊണ്ട് പാഞ്ഞു. പിന്നിൽ സുരേഷിന്റെ അലർച്ച കേൾക്കാമായിരുന്നു. അവൻ കാട്ടുവഴിയിലൂടെ ഓടി. തെന്നി വീണു, മുറിവുകൾ പറ്റി. എന്നിട്ടും അവൻ നിർത്തിയില്ല. ഒടുവിൽ ദൂരെ ഒരു ലോറിയുടെ വെളിച്ചം കണ്ടു. അവൻ അതിലേക്ക് കൈ കാണിച്ചു. അത് വയനാട് ചുരം ഇറങ്ങുന്ന ഒരു ചരക്ക് ലോറിയായിരുന്നു. ഡയറി മടക്കി വെച്ചപ്പോൾ മേഘ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു 10 വയസ്സുകാരൻ അനുഭവിച്ച വേദനയുടെ ആഴം ടീച്ചറെ പിടിച്ചുലക്കി. ഗായത്രിയുടെ മരണത്തിന് സാക്ഷിയായ, സ്വന്തം ജീവൻ രക്ഷിക്കാൻ നാടുവിട്ട ആ കുട്ടി, അവനാണിപ്പോൾ തന്റെ മുന്നിൽ നിഷ്കളങ്കമായി നിൽക്കുന്നത്. ഇല്ല ഗായത്രി, നിന്റെ മകൻ അനാഥനല്ല. അവന് നീതി കിട്ടും. ഈ മേഘ ടീച്ചർ മരിക്കും വരെ അവന് കാവലുണ്ടാകും. ടീച്ചർ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. മേഘ ടീച്ചർ ആ നീല ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ കണ്ണുകളിൽ കണ്ണീരിന്റെ നനവുണ്ടായിരുന്നെങ്കിലും അതിലേറെ തീക്ഷ്ണമായൊരു വെളിച്ചം അവിടെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ആദിത്യൻ അപ്പോഴും ഒന്നുമറിയാതെ തറയിലെ പായയിൽ ചുരുണ്ടുകൂടി ഉറങ്ങുകയാണ്. ടീച്ചർ അവന്റെ അരികിലിരുന്ന് അവന്റെ നെറ്റിയിൽ പതുക്കെ തലോടി. പേടിക്കണ്ട മോനെ, നിന്റെ അമ്മയ്ക്ക് നീതി കിട്ടും. നിന്നെ കരയിച്ചവർ അനുഭവിക്കും. അതൊരു ശപഥമായിരുന്നു. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതിനു പകരം ടീച്ചർ നേരെ പോയത് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്കാണ്. സ്റ്റേഷന്റെ പടി കയറുമ്പോൾ ടീച്ചറുടെ ഹൃദയം ഉച്ചത്തിലിടിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് വരുന്നത്. പക്ഷേ ഗായത്രിയുടെ മുഖം ഓർമ്മ വന്നപ്പോൾ അവർക്ക് ധൈര്യം കിട്ടി. സർക്കിൾ ഇൻസ്പെക്ടർ വിശ്വനാഥൻ സാറിന്റെ മുന്നിൽ ടീച്ചർ ആ ഡയറി വെച്ചു. സാർ, ഇതൊരു സാധാരണ ഡയറിയല്ല, ഒരു കൊലപാതകത്തിന്റെ തെളിവാണ്. ടീച്ചറുടെ ശബ്ദം ഉറച്ചതായിരുന്നു. CI വിശ്വനാഥൻ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും ടീച്ചറുടെ മുഖത്ത് ഗൗരവം കണ്ട അദ്ദേഹം ഡയറി തുറന്നു. ഗായത്രിയുടെ കൈപ്പടയിലൂടെ, അവളുടെ കണ്ണീരിലൂടെ അദ്ദേഹം കടന്നുപോയി. വായിച്ചു തീർന്നപ്പോൾ ആ കടുപ്പക്കാരനായ പോലീസുകാരന്റെ മുഖത്തും ഒരു നടുക്കം പ്രകടമായിരുന്നു. ടീച്ചറെ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വയനാട്ടിൽ നടന്ന സംഭവമാണ്. ലോക്കൽ പോലീസിന്റെ സഹായം വേണ്ടിവരും. പക്ഷെ ഞാൻ ഉറപ്പുതരുന്നു, ഇതിൽ അന്വേഷണമുണ്ടാകും. CI വിശ്വനാഥൻ ഫോൺ എടുത്തു. വയനാട് SP-യുമായി അദ്ദേഹം സംസാരിച്ചു. 2 ദിവസത്തിനുള്ളിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വയനാട്ടിലെത്തി. മേഘ ടീച്ചറും ആദിത്യനും അവർക്കൊപ്പമുണ്ടായിരുന്നു. ആദിത്യന്റെ പഴയ വീടും പരിസരവും കണ്ടപ്പോൾ ഭയത്തോടെ ടീച്ചറുടെ കയ്യിൽ മുറുകെ പിടിച്ചു. പോലീസ് സംഘം ആദ്യം പോയത് ജാനകിയമ്മയുടെ അടുത്തേക്കാണ്. വൃദ്ധയായ ജാനകിയമ്മ പോലീസിനെ കണ്ടപ്പോൾ കരഞ്ഞു. എന്റെ ഗായത്രി മോളെ അവർ കൊന്നതാ സാറേ. എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. ആ സുരേഷും വിമലയും, അവർ വന്നതിൽ പിന്നെയാ ആ കുട്ടിക്ക് സമാധാനം പോയത്. മരിച്ച ദിവസം അവൾക്ക് നെഞ്ചുവേദനയാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ പോസ്റ്റ്മോർട്ടം പോലും നടത്താതെയാ അവർ മൃതദേഹം ദഹിപ്പിച്ചത്. ജാനകിയമ്മയുടെ മൊഴി നിർണായകമായി. തുടർന്ന് ഗായത്രിയുടെ ബിസിനസ് ഇടപാടുകൾ നടന്ന ബാങ്കിൽ പോലീസ് പരിശോധന നടത്തി. അവിടെ ഗായത്രിയുടെ ഒപ്പ് വ്യാജമായി ഇട്ട പല രേഖകളും കണ്ടെത്തി. സുരേഷ് സ്വന്തം പേരിലേക്ക് മാറ്റിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ പുറത്തുവന്നു. നാട്ടുകാരും ഇപ്പോൾ മൗനം വെടിഞ്ഞു. അന്ന് ആദിത്യനെ കാണാതായപ്പോൾ സുരേഷ് പറഞ്ഞത് അവൻ നാടുവിട്ടു പോയതെന്നാണ്. പക്ഷേ അവനെ തിരയാൻ പോലും അവർ തയ്യാറായില്ല.
അയൽവാസിയായ മമ്മൂക്ക പറഞ്ഞു. വല മുറുകുകയായിരുന്നു. ഇത്രയും കാലം മൂടിവെച്ച സത്യങ്ങൾ ഓരോന്നായി പുറത്തുവന്നു. വിമലയും സുരേഷും ഇപ്പോൾ ആഡംബര ജീവിതം നയിക്കുകയാണ്. തങ്ങളുടെ സാമ്രാജ്യം തകരാൻ പോകുകയാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കൽപ്പറ്റ ടൗണിലെ ഏറ്റവും വലിയ തുണിക്കടയുടെ ഉദ്ഘാടനത്തിനുള്ള തിരക്കിലായിരുന്നു സുരേഷ്. അയാളുടെ കഴുത്തിൽ സ്വർണമാലയും വിരലുകളിൽ മോതിരങ്ങളും തിളങ്ങുകയാണ്. വിമന പട്ടസാരി ഉടുത്ത് ചിരിച്ചുകൊണ്ട് അതിഥികളെ സ്വീകരിക്കുന്നു. അവരുടെ പഴയ ഓലക്കുടിൽ കാലം മറന്നിരുന്നു. അവരിപ്പോൾ നാടുവാഴുന്ന പ്രമാണികളാണ്. അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് കടയുടെ മുന്നിൽ വന്നു നിന്നത്. സൈറൺ മുഴങ്ങിയപ്പോൾ ആൾക്കൂട്ടം നിശബ്ദമായി. CI വിശ്വനാഥനും സംഘവും ജീപ്പിൽ നിന്നിറങ്ങി. സുരേഷിന്റെ മുഖത്തെ ചിരി മാഞ്ഞുപോയി. മിസ്റ്റർ സുരേഷ്, മിസ്സിസ് വിമല, നിങ്ങൾ അറസ്റ്റിലാണ്. CIയുടെ ശബ്ദം ആൾക്കൂട്ടത്തിന് നടുവിൽ മുഴങ്ങി. അറസ്റ്റോ? എന്തിന്? ഞങ്ങളെന്ത് തെറ്റു ചെയ്തു? തെറ്റു ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. ഗായത്രി എന്ന സ്ത്രീ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഗായത്രി എന്ന പേര് കേട്ടതും സുരേഷിന്റെ കാലുകൾ വിറച്ചു. വർഷങ്ങൾക്ക് മുൻപ് മണ്ണിലടിഞ്ഞ ഒരു പേര് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. പോലീസ് അവരെ ജീപ്പിലേക്ക് കയറ്റി. നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യൽ മുറിയിൽ സുരേഷ് ആദ്യമെല്ലാം നിഷേധിച്ചു. അവൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ് സാറേ. ഞങ്ങളെ കുടുക്കാൻ ആരോ കെട്ടിച്ചമച്ച കഥയാണിത്. എന്നാൽ CI വിശ്വനാഥൻ മേശപ്പുറത്തേക്ക് ഒരു നീല ഡയറി എറിഞ്ഞു. ഇത് ഗായത്രി എഴുതിയതാണ്. അവൾ മരിക്കുന്നതിന് തൊട്ടുമുൻപ് വരെ നടന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ബാങ്കിലെ വ്യാജ ഒപ്പുകളുടെ തെളിവുകൾ, ജാനകിയമ്മയുടെ മൊഴി, എല്ലാത്തിനുമുപരി ആ രാത്രിയിൽ നിങ്ങളെ കണ്ട് ഭയന്നോടിയ ഒരു സാക്ഷി കൂടിയുണ്ട്. വാതിൽ തുറന്ന മേഘ ടീച്ചർ ആദിത്യനെ ചേർത്തുപിടിച്ച് അകത്തേക്ക് വന്നു. ആദിത്യനെ കണ്ടതും വിമലയുടെ മുഖം വിളറി വെളുത്തു. മരിച്ചെന്ന് കരുതിയവൻ, തങ്ങളുടെ പാപങ്ങൾക്ക് സാക്ഷിയായവൻ ഇതാ കൺമുന്നിൽ. അന്ന് അമ്മയ്ക്ക് കാപ്പിയിൽ മരുന്ന് കലക്കിക്കൊടുത്തത് ഇവരാണ്. ആദിത്യൻ വിറയ്ക്കുന്ന വിരൽ ചൂണ്ടിപ്പറഞ്ഞു. അവന്റെ വാക്കുകളിൽ വർഷങ്ങളുടെ പകയുണ്ടായിരുന്നു. അതോടെ സുരേഷും വിമലയും തകർന്നു. വിമല പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാലുപിടിച്ചു. സാറേ, തെറ്റുപറ്റിപ്പോയി. അത്യാഗ്രഹം കൊണ്ട് ചെയ്തതാ. അവരുടെ കുറ്റസമ്മതം രേഖപ്പെടുത്തി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അനാഥബാലന്റെ പോരാട്ടം, കൊലയാളികൾ അറസ്റ്റിൽ എന്ന തലക്കെട്ടിൽ പത്രങ്ങളിൽ വാർത്ത വന്നു. അതേസമയം കോഴിക്കോട്ടെ തന്റെ ആഡംബര ഫ്ളാറ്റിലിരുന്ന് TV കാണുകയായിരുന്ന രവിശങ്കർ ആ വാർത്ത കണ്ട് ഞെട്ടി. സ്ക്രീനിൽ തെളിഞ്ഞ ആദിത്യന്റെ ചിത്രം, അത് തന്റെ ഛായയുള്ള മുഖമായിരുന്നു. ഗായത്രിയുടെ മകൻ. അയാൾ വിറയലോടെ മന്ത്രിച്ചു. പഴയൊരു തെറ്റ് ഒരു ശാപം പോലെ തന്നെ തേടി വരുന്നുവെന്ന് അയാൾക്ക് തോന്നി. തന്റെ സൽപ്പേരും ബിസിനസ് സാമ്രാജ്യവും തകരാൻ പോവുകയാണെന്ന ഭയം അയാളെ വിയർപ്പിച്ചു. അയാൾ ഫോൺ എടുത്തു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഇത് പുറത്തറിയാൻ പാടില്ല. എന്തു വില കൊടുത്തും. പക്ഷേ നീതിയുടെ ചക്രം ഉരുണ്ടു തുടങ്ങിയിരുന്നു. അതിനെ തടയാൻ ഇനി ആർക്കും കഴിയില്ലെന്ന് അയാൾ അറിഞ്ഞില്ല. കോടതി വളപ്പ് ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞിരുന്നു. ആദിത്യന്റെ കേസ് കേരളം മുഴുവൻ ചർച്ചയായിരുന്നു. വിമലയെയും സുരേഷിനെയും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ ജനം രോഷത്തോടെ മുദ്രാവാക്യം വിളിച്ചു. എന്നാൽ അതിനേക്കാൾ വലിയൊരു നാടകീയ മുഹൂർത്തം അവിടെ അരങ്ങേറാനിരിക്കുകയായിരുന്നു. പോലീസ് ജീപ്പിന് പിന്നാലെ തിളങ്ങുന്ന കറുത്ത നിറമുള്ള ഒരു ആഡംബര കാർ കോടതിമുറ്റത്തേക്ക് കടന്നുവന്നു. എല്ലാവരുടെയും കണ്ണുകൾ അതിലേക്കായി. ഡ്രൈവർ ഇറങ്ങി പിൻവാതിൽ തുറന്നുകൊടുത്തു. കോട്ടും സ്യൂട്ടും ധരിച്ച് ഗൗരവമുള്ള മുഖഭാവത്തോടെ ഒരാൾ പുറത്തിറങ്ങി. രവിശങ്കർ. TV ക്യാമറകൾ മിന്നിമറിഞ്ഞു. മാധ്യമപ്രവർത്തകർ മൈക്കുമായി അദ്ദേഹത്തെ വളഞ്ഞു. രവിശങ്കർ സാർ, താങ്കൾ എന്തിനാണിവിടെ? കേട്ട വാർത്തകൾ സത്യമാണോ? ആദിത്യൻ താങ്കളുടെ മകനാണോ? രവിശങ്കർ കൈയുയർത്തി എല്ലാവരെയും ശാന്തരാക്കി. അയാൾ തന്റെ മുഖത്ത് വലിയൊരു ദുഃഖം വരുത്തി തീർത്തുകയായിരുന്നു. സുഹൃത്തുക്കളെ, അതെ, ആ വാർത്ത സത്യമാണ്. ആദിത്യൻ എന്റെ ചോരയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ഞാനും ഗായത്രിയും പിരിയേണ്ടി വന്നു. അവൾ ഗർഭിണിയാണെന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇത്രയും കാലം എന്റെ മകൻ അനാഥനായി ജീവിച്ചുവെന്നറിഞ്ഞപ്പോൾ ഒരച്ഛനെന്ന നിലയിൽ എന്റെ ഹൃദയം തകർന്നുപോയി. അയാൾ കണ്ണടയൂരി തൂവാല കൊണ്ട് കണ്ണു തുടയ്ക്കുന്നതായി അഭിനയിച്ചു. ഞാൻ വന്നത് എന്റെ മകനെ കൊണ്ടുപോകാനാണ്. അവനെ ഞാൻ രാജകുമാരനെ പോലെ വളർത്തും. അവന് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു നൽകും. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് മേഘ ടീച്ചറുടെ കൈപിടിച്ച് ആദിത്യൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അവന്റെ കുഞ്ഞു മനസ്സിൽ തിരയടിക്കുകയായിരുന്നു.
ഇതാണോ തന്റെ അച്ഛൻ? അമ്മയെ കരയിച്ച, അമ്മയെ വീടിന് പുറത്താക്കിയ ആ വലിയ മനുഷ്യൻ? രവിശങ്കർ ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി ആദിത്യന്റെ അടുത്തേക്ക് നടന്നു. ക്യാമറകൾ അവർക്ക് ചുറ്റും വട്ടം കൂടി. മോനെ, ആദിത്യൻ! രവിശങ്കർ സ്നേഹം നിറഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. അയാൾ മുട്ടുകുത്തി ആദിത്യന്റെ മുന്നിലിരുന്നു. ഞാനാണ് നിന്റെ അച്ഛൻ. വാ മോനെ, നമുക്ക് പോകാം. ഇനി നിനക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. വലിയ വീട്, കാറ്, കളിപ്പാട്ടങ്ങൾ എല്ലാം അച്ഛൻ വാങ്ങിത്തരാം. മേഘ ടീച്ചർ ആദിത്യന്റെ തോളിൽ മുറുകെ പിടിച്ചു. അവർക്ക് രവിശങ്കരന്റെ ഉദ്ദേശം വ്യക്തമായിരുന്നു. ഈ പെട്ടെന്നുണ്ടായ പുത്രസ്നേഹം മകനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് തന്റെ സൽപ്പേര് സംരക്ഷിക്കാനും മാധ്യമങ്ങളുടെ മുന്നിൽ നല്ലവനാകാനുമുള്ള വെറും നാടകമാണെന്ന് ടീച്ചർക്കറിയാമായിരുന്നു. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് ആദിത്യനാണ്. ടീച്ചർ അവനെ നോക്കി. ആദിത്യൻ രവിശങ്കരന്റെ മുഖത്തേക്കും പിന്നെ ചുറ്റും നിൽക്കുന്ന ക്യാമറകളിലേക്കും നോക്കി. അവന്റെ മനസ്സിൽ അമ്മയുടെ മുഖം തെളിഞ്ഞു. അമ്മ കരഞ്ഞതും കഷ്ടപ്പെട്ടതും ഒടുവിൽ മരിച്ചതും. അമ്മയെ കൊന്നത് വിമലയും സുരേഷുമാണെങ്കിലും അമ്മയെ ജീവനോടെ കൊന്നത് മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യനല്ലേ? രവിശങ്കർ കൈനീട്ടി. വാ മോനെ, അച്ഛന്റെ കൂടെ വാ. ആ നിമിഷം അവിടെ കൂടിയവർ ശ്വാസമടക്കി പിടിച്ചു. അനാഥനായ കുട്ടിക്ക് കോടീശ്വരനായ അച്ഛനെ കിട്ടുന്ന നിമിഷം. എല്ലാവരും കരുതിയത് അവൻ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുമെന്നായിരുന്നു. എന്നാൽ ആദിത്യൻ അനങ്ങിയില്ല. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമില്ലായിരുന്നു. പകരം ആ 10 വയസ്സുകാരനിൽ കാണാത്ത ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു. ഒരു നിമിഷം അവിടെ കനത്ത നിശബ്ദത തളം കെട്ടി. രവിശങ്കറിന്റെ നീട്ടിയ കൈകൾ വായുവിൽ അങ്ങനെ തന്നെ നിന്നു. ആദിത്യൻ ആ കൈകളിലേക്ക് നോക്കി. വിരലുകളിൽ തിളങ്ങുന്ന സ്വർണമോതിരങ്ങൾ, കൈത്തണയിൽ വില കൂടിയ വാച്ച്. പിന്നെ അവൻ സ്വന്തം കൈകളിലേക്ക് നോക്കി. നഖങ്ങൾക്കിടയിൽ മണ്ണുപുരണ്ട തഴമ്പിച്ച ചെറിയ കൈകൾ. അച്ഛൻ? ആദിത്യൻ പതുക്കെ ചോദിച്ചു. ആ ചോദ്യത്തിൽ പരിഹാസമുണ്ടായിരുന്നില്ല, മറിച്ച് വലിയൊരു വേദനയുടെ കടലുണ്ടായിരുന്നു. അതേ മോനെ, നിന്റെ അച്ഛൻ. നിന്നെ നോക്കാൻ ഇനി ഞാനുണ്ട്. രവിശങ്കർ പ്രതീക്ഷയോടെ ചിരിച്ചു. ആദിത്യൻ 2 ചുവട് പിന്നോട്ടു വച്ചു. അവൻ മേഘ ടീച്ചറുടെ സാരിത്തുമ്പിൽ കൂടുതൽ മുറുകെ പിടിച്ചു. ആ പിടിയിൽ അവന് ലഭിച്ച ഏക സുരക്ഷിതത്വത്തിന്റെ ചൂടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ അറിയില്ല. ആദിത്യന്റെ ശബ്ദം ആദ്യം പതറിയെങ്കിലും പിന്നെ അത് ഉറച്ചതായി മാറി. ഇന്നലെ വരെ നിങ്ങൾ എവിടെയായിരുന്നു? എനിക്ക് വിശന്നപ്പോൾ, മഴയത്ത് വീട് ചോർന്നൊലിച്ചപ്പോൾ, അമ്മയുടെ കല്ലറയിൽ കിടന്ന് ഞാൻ കരഞ്ഞപ്പോൾ, അപ്പോഴൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു? രവിശങ്കരന്റെ മുഖത്ത് ചിരി മാഞ്ഞു. അത് ഞാൻ അറിഞ്ഞില്ല മോനെ. നുണ! ആദിത്യൻ അലറി. 10 വയസ്സുകാരന്റെ ശബ്ദത്തിന് ഇത്രയും ശക്തിയുണ്ടാകുമെന്നവിടെ കൂടിയവർ അറിഞ്ഞിരുന്നില്ല. അമ്മയുടെ ഡയറിയിൽ എല്ലാമുണ്ട്. അമ്മ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ ഇറക്കിവിട്ടവരല്ലേ നിങ്ങൾ? അമ്മ തെരുവിൽ അലഞ്ഞപ്പോൾ, പട്ടിണി കിടന്നപ്പോൾ നിങ്ങൾ വലിയ വീട്ടിൽ സുഖമായി ജീവിക്കുകയായിരുന്നു. അമ്മ മരിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ വന്നത്. അല്ലെങ്കിൽ എന്നെയും നിങ്ങൾ തെരുവിലേക്ക് എറിഞ്ഞേനെ. രവിശങ്കർ ചുറ്റും നോക്കി. ക്യാമറകൾ എല്ലാം ഇത് പകർത്തുന്നു. ജനങ്ങളുടെ മുഖത്ത് ഇപ്പോൾ ആരാധനയല്ല, വെറുപ്പാണ്. അയാൾ വിയർക്കാൻ തുടങ്ങി. മോനെ, അതൊക്കെ പഴയ കാര്യങ്ങൾ. നമുക്കതൊക്കെ മറക്കാം. നീ എന്റെ ഏക മകനാണ്. ഈ സ്വത്തുകളെല്ലാം നിനക്കുള്ളതാണ്. എനിക്ക് വേണ്ട നിങ്ങളുടെ സ്വത്ത്. നിങ്ങളുടെ പണത്തിന് എന്റെ അമ്മയുടെ ചോരയുടെ മണമാണ്. അമ്മയെ കൊന്നത് വിമലയും സുരേഷുമാണെങ്കിലും അമ്മയെ ഇല്ലാതാക്കിയത് നിങ്ങളാണ്. അവരെക്കാൾ വലിയ കുറ്റവാളി നിങ്ങളാണ്. ആദിത്യൻ മേഘ ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. എനിക്കൊരു അമ്മയുണ്ട്. എന്നെ വഴക്കു പറഞ്ഞാലും എന്റെ വിശപ്പറിഞ്ഞ് ചോറ് തന്ന എന്റെ കണ്ണീരൊപ്പിയ ഈ ടീച്ചറാണെന്റെ അമ്മ. എനിക്ക് അച്ഛനെ വേണ്ട. എന്നെ സ്നേഹിക്കാൻ ഈ അമ്മ മാത്രം മതി. അവൻ ടീച്ചറെ കെട്ടിപ്പിടിച്ചു. മേഘ ടീച്ചർ അവനെ നെഞ്ചോട് ചേർത്തു. ആ കാഴ്ച കണ്ട് അവിടെ കൂടിയ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. പോലീസുകാർ പോലും അറിയാതെ കൈയടിച്ചുപോയി. അപമാനിതനായ രവിശങ്കർ എഴുന്നേറ്റു. അയാൾക്ക് നിൽക്കാൻ കള്ളില്ലായിരുന്നു. സ്വന്തം രക്തം തന്നെ തള്ളിപ്പറഞ്ഞതിന്റെ ആഘാതം, പൊതുസമൂഹത്തിനു മുന്നിൽ മുഖം മൂടി അഴിഞ്ഞു വീണതിന്റെ നാണക്കേട്. അയാൾ തലകുനിച്ച് ക്യാമറകൾക്ക് മുഖം കൊടുക്കാതെ തന്റെ കാറിലേക്ക് നടന്നു. ആദിത്യൻ അത് നോക്കി നിന്നില്ല. അവൻ ടീച്ചറുടെ കൈപിടിച്ച് നെടുവീർപ്പിട്ട പുതിയൊരു ജീവിതത്തിലേക്ക് തലയുയർത്തി നടന്നു. പണത്തേക്കാൾ വലുത് സ്നേഹമാണെന്ന് ആ കുട്ടി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. 15 വർഷത്തിനു ശേഷം കോഴിക്കോട് നഗരത്തിലെ പ്രശസ്തമായ ഗായത്രി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ വരാന്ത. തിരക്കിനിടയിലും ശാന്തമായൊരിടം. വെളുത്ത കോട്ടിട്ട ഗൗരവമുള്ള മുഖമുള്ള ഒരു യുവാവ് റൗണ്ട്സ് കഴിഞ്ഞ് നടന്നു വരുന്നുണ്ട്.
ഡോക്ടർ ആദിത്യൻ MD എന്ന നെയിം ബോർഡ് അയാളുടെ നെഞ്ചിൽ തിളങ്ങുന്നു. ഡോക്ടർ, ആ 104-ലെ കുട്ടിയുടെ പനി കുറഞ്ഞിട്ടുണ്ട്. അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു നഴ്സ് ഓടി വന്നു പറഞ്ഞു. ആദിത്യൻ പുഞ്ചിരിച്ചു. നല്ലത്. ആ അമ്മയോട് പറയൂ, പേടിക്കാനൊന്നുമില്ലെന്ന്. മരുന്നിനേക്കാൾ വലുത് അവരുടെ സ്നേഹമാണെന്ന്. ആ വാക്കുകളിൽ പഴയൊരു 10 വയസ്സുകാരന്റെ അനുഭവമുണ്ടായിരുന്നു. ആദിത്യൻ തന്റെ ക്യാബിനിലേക്ക് കയറി. ക്യാബിനിൽ പ്രായത്തിന്റെ അവശതകളുണ്ടെങ്കിലും കണ്ണുകളിൽ വാത്സല്യം നിറച്ച് 2 സ്ത്രീകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. നരച്ച മുടി ഭംഗിയായി ഒതുക്കിവെച്ച മേഘ ടീച്ചറും തൊലി ചുളിവുകൾ വീണ ലക്ഷ്മി അമ്മയും. അമ്മ ആദിത്യൻ മേഘ ടീച്ചറിന്റെ അടുത്തേക്ക് ചെന്നു. ടീച്ചർ അവന്റെ കൈകളിൽ പിടിച്ചു. ഇല്ല മോനെ, ഇന്നിനെ ഇവിടെ വെച്ച് കാണണമെന്ന് തോന്നി. നീ ഇത്രയും വലിയ നിലയിലെത്തിയത് കാണുമ്പോൾ. ടീച്ചറുടെ തൊണ്ടയിടറി. അന്ന് ആ ഓലക്കുടലിന്റെ മുന്നിൽ വെച്ച് കരഞ്ഞ ആ കുട്ടി ഇന്ന് അനേകം പേരുടെ കണ്ണീരൊപ്പുന്നു. ലക്ഷ്മിയമ്മയും അവന്റെ തലയിൽ കൈവച്ചു. നിന്റെ അമ്മ ഗായത്രി മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടാകും മോനെ. അവൾ ആഗ്രഹിച്ചതുപോലെ നീ ജീവിച്ചു കാണിച്ചു. പെട്ടെന്നാണ് ടിവിയിൽ ഒരു വാർത്ത വന്നത്. പ്രമുഖ വ്യവസായി രവിശങ്കർ അന്തരിച്ചു. അവസാനകാലത്ത് സാമ്പത്തിക ബാധ്യതകളും ഏകാന്തതയും അദ്ദേഹത്തെ തളർത്തിയിരുന്നു. ആദിത്യൻ ആ വാർത്ത നിർവികാരനായി നോക്കി നിന്നു. ഒരു തുള്ളി കണ്ണീരുപോലും അവനിൽ നിന്ന് വീണില്ല. വെറുപ്പോ പകയോ സന്തോഷമോ അവന് തോന്നിയില്ല. അയാൾക്ക് രവിശങ്കർ വെറുമൊരു വാർത്ത മാത്രമായിരുന്നു. മോനെ, ടീച്ചർ വിളിച്ചു. സാരമില്ല അമ്മ. അയാൾക്കുള്ള മറുപടി ഞാൻ നൽകിയത് പകരം വീട്ടിക്കൊണ്ടല്ല, മറിച്ച് തോൽക്കാതെ ജീവിച്ചുകൊണ്ടാണ്. അതാണ് എന്റെ പ്രതികാരം. വൈകുന്നേരം നേരിയ മഴ ചാറുന്നുണ്ടായിരുന്നു. ആദിത്യൻ തന്റെ കാറിൽ വയനാട്ടിലെ പഴയ ശ്മശാനത്തിലേക്ക് യാത്രയായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വഴിക്ക് മാറ്റമുണ്ടായിരുന്നില്ല. ഗായത്രിയുടെ കല്ലറ ഇപ്പോൾ പഴയതുപോലെയല്ല. മാർബിൾ വിരിച്ച പൂക്കൾ നിറഞ്ഞ ഒരിടം. അവൻ കയ്യിൽ കരുതിയ ചുവന്ന റോസാപ്പൂക്കൾ അവിടെ വെച്ചു. മഴത്തുള്ളികൾ അവന്റെ മുഖത്തേക്ക് വീണു. പണ്ട് സങ്കടത്തിന്റെ കണ്ണീരായി തോന്നിയ മഴ ഇന്നു വിജയത്തിന്റെ കുളിർമയായിരുന്നു. അമ്മ, ഞാൻ വന്നു. അമ്മയുടെ മോൻ തോറ്റില്ല. സ്നേഹിക്കാൻ പഠിപ്പിച്ച അമ്മയ്ക്കും കൈപിടിച്ച് നടത്തിയ മേഘ അമ്മയ്ക്കും വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അവൻ ആ കല്ലറയിലൊന്ന് തലോടി. കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു. അത് ഗായത്രിയുടെ മറുപടിയാണെന്ന് അവന് തോന്നി. ഇരുട്ടു പരക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആദിത്യന്റെ ഉള്ളിൽ നിറയെ വെളിച്ചമായിരുന്നു. അതിജീവനത്തിന്റെ, സ്നേഹത്തിന്റെ, വിജയത്തിന്റെ പുതിയ വെളിച്ചം.